റിയാദിലെ ഗിദ്ദിയ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. 2034 ഫിഫ വേൾഡ് കപ്പിനായുള്ള സ്റ്റേഡിയം 2029 നിർമ്മാണം പൂർത്തിയാക്കും. 48,000 സീറ്റുകളുള്ള സ്റ്റേഡിയം കുന്നിൽ നിന്ന് താഴേക്ക് തൂങ്ങി നിൽക്കുന്ന രൂപത്തിലാണ്. 10 വർഷം അകലെയുള്ള ലോകകപ്പിനായി പണി തുടരുകയാണ് സൗദി അറേബ്യ. റിയാദ്, ജിദ്ദ, അൽഖോബാർ, അബഹ, നിയോം എന്നീ നഗരങ്ങളിലെ 15 സ്റ്റേഡിയങ്ങളിലായാണ് ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുക. ഇതിനായി ഗിദ്ദിയയിൽ ഉൾപ്പെടെ 11 സ്റ്റേഡിയങ്ങളാണ് പുതുതായി സൗദി ഒരുക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ വിനോദ നഗരമായിരിക്കും ഗിദ്ദിയ. ഇതിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് പുതുതായി സ്റ്റേഡിയത്തിന്റെ കൂടി നിർമ്മാണം തുടരുന്നത്. റിയാദ് നഗരത്തിൽ നിന്നും മക്ക റോഡിൽ 40 കിലോമീറ്റർ അകലെ തുവൈക്ക് മലനിരകളിലാണ് ഇതിന്റെ നിർമ്മാണം. ഇതിനകത്താണ് പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ സ്റ്റേഡിയം ഒരുക്കുക. സൗദിയിലെ നസ്മ ആൻഡ് പാർട്ട്നേഴ്സ് കോൺട്രാക്ടിംഗ് കമ്പനിയും സ്പെയിനിലെ FCC കൺസ്ട്രക്ഷൻ കമ്പനിയും ചേർന്ന കൺസോർഷ്യത്തിനാണ് നിർമ്മാണ ചുമതല. 400 കോടി റിയാൽ അഥവാ 9,467 കോടി രൂപയാണ് ഇതിന്റെ ചിലവ്. ലോകത്തിലെ അത്യാധുനിക സ്റ്റേഡിയങ്ങളിൽ ഒന്നായി ഇത് മാറും. US ആർക്കിടെക്ചറൽ ഡിസൈൻ കമ്പനിയായ പോപ്പുലസിനാണ് കൺസൾട്ടിംഗ് കരാർ. സ്റ്റേഡിയത്തിന് താഴെ ശീതീകരണ സംവിധാനത്തിനായി പ്രത്യേക തടാകവും നിർമ്മിക്കുന്നുണ്ട്. ഫുട്ബോളിന് പുറമെ വിവിധ മത്സരങ്ങൾക്കും സ്റ്റേഡിയം ഉപയോഗിക്കാനാകും. 48,000 ആയിരിക്കും ഇതിനകത്തെ സീറ്റുകൾ. 2034 ഫിഫ ലോകകപ്പിലെ റൗണ്ട് 16, റൗണ്ട് 32 മത്സരങ്ങളും 3 പ്ലേ ഓഫ് മത്സരങ്ങളും ഈ സ്റ്റേഡിയത്തിലാകും. 2029 നിർമ്മാണം പൂർത്തിയാക്കുക. സൗദി നിർമ്മിക്കുന്ന എല്ലാ സ്റ്റേഡിയങ്ങളും ഭാവിയിലും ഉപയോഗപ്പെടുത്തുന്ന തരത്തിലാണ് രൂപകൽപ്പന. ബാക്കിയുള്ളവ നേരത്തെയുള്ളവയുമാണ്. അവ പുതുക്കുന്ന ജോലികളും തുടങ്ങിയിട്ടുണ്ട്. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്.